കൊപ്രയുടെ വില വർദ്ധിച്ചതോടെ വെളിച്ചെണ്ണയാട്ടി വിൽപ്പന നടത്തുന്ന മില്ലുടമകൾ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. കഴിഞ്ഞ ഏതാനും മാസങ്ങൾ കൊണ്ട് 30 രൂപയിലധികമാണ് കൊപ്രയ്ക്ക് വില വർദ്ധിച്ചത്. ഓണക്കാലത്തിന് തൊട്ടുമുമ്പ് വരെ 112 രൂപയായിരുന്നു ഒരു കിലോ കൊപ്രയ്ക്കുണ്ടായിരുന്നത്. കഴിഞ്ഞ ഏതാനും മാസങ്ങൾ കൊണ്ട് 30 രൂപയിലധികം വർദ്ധിച്ച് കൊപ്ര വില 155 രൂപയായി. ഇതോടെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് വെളിച്ചെണ്ണയാട്ടി വിൽപ്പന നടത്തുന്ന മില്ലുടമകൾ. കിലോയ്ക്ക് 285 രൂപയ്ക്കാണ് ആട്ടി വെളിച്ചെണ്ണ മില്ലുടമകൾ വിൽപ്പന നടത്തുന്നത്. ഒരു കിലോ കൊപ്രയിൽ നിന്നും ശരാശരി 600 ഗ്രാം വെളിച്ചെണ്ണ ലഭിക്കും. കൊപ്ര ആട്ടുന്ന ചിലവുൾപ്പെടെ പരിഗണിച്ചാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വെളിച്ചെണ്ണയാട്ടി വിൽപ്പന നടത്തുക ലാഭകരമല്ലെന്ന് മില്ലുടമകൾ പറയുന്നു. നമ്മൾ 155 രൂപ കൊടുത്ത് കൊപ്ര മേടിച്ച് ആട്ടുകൂലിയും കഴിഞ്ഞ് നമുക്ക് 600 ഗ്രാം എണ്ണ പോലും കിട്ടില്ല. അങ്ങനെ വരുമ്പോൾ 280 രൂപ കൂടുതൽ വില വരുന്ന സാഹചര്യത്തിൽ ലാഭം ഇല്ലാതെ ആട്ടുകൂലി പോലും കിട്ടാനുള്ള ചാൻസ് ഇല്ലാതെ ഇപ്പോൾ കച്ചവടം ചെയ്യുന്നത്. മില്ല് ഉടമകൾക്കൊക്കെ വളരെയേറെ നഷ്ടമാണ്. ഗവൺമെൻറ് ഇടപെട്ട് വേണ്ട നടപടി സ്വീകരിക്കണമെന്നാണ്. കള്ള വെളിച്ചെണ്ണകൾ, മറ്റേ മായം ചേർന്ന വെളിച്ചെണ്ണകൾ തമിഴ്നാട്ടിൽ നിന്നും പല സ്ഥലങ്ങളിൽ എത്തുന്നു. അത് കൊണ്ട് നിർത്തലാക്കി നല്ല വെളിച്ചെണ്ണ ആൾക്കാർക്ക് മില്ലുകളിൽ നിന്ന് കിട്ടുന്നുണ്ട്. അത് വാങ്ങിക്കാൻ ആൾക്കാർ തയ്യാറാകണമെന്നും ഗവൺമെൻറ് മായം വെളിച്ചെണ്ണയ്ക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് അറിയിക്കുന്നു. കൊപ്രയുടെ ഇപ്പോഴത്തെ വില തുടർന്നാൽ വെളിച്ചെണ്ണയുടെ വിലയിൽ ഇനിയും വർധനവ് വരുത്തേണ്ടതായി വരും. ഇത് വിൽപ്പനയെ ബാധിക്കും. നാളികേര ഉൽപ്പാദനം കൂടുതലുള്ള ജില്ലകളിൽ നിന്നുമാണ് ഹൈറേഞ്ച് മേഖലയിലെ മില്ലുകളിലേക്ക് വെളിച്ചെണ്ണയാട്ടാൻ കൊപ്രയെത്തുന്നത്. കുറഞ്ഞ വിലയ്ക്ക് ലഭ്യമാകുന്ന വെളിച്ചെണ്ണയുടെ ഗുണമേന്മ പരിശോധിക്കുന്ന കാര്യം കൂടുതൽ കർശനമാക്കണമെന്നും മായം കലർന്നിട്ടുള്ള വെളിച്ചെണ്ണ കണ്ടെത്തിയാൽ കർശന നടപടി സ്വീകരിക്കണമെന്നും മില്ലുടമകൾ ആവശ്യപ്പെടുന്നു. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.